ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് ഉണ്ട്. ഇതേ കണ്ടോ, ഇതിൻ്റെ അവസ്ഥ കണ്ടോ നമുക്ക് മനസ്സിലാവും എത്രത്തോളം കെമിക്കൽ അതിലുണ്ടെന്നത്. ഇപ്പം ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പാറ്റയുടെയും പല്ലിയുടെയും ഒന്നും ശല്യം ഉണ്ടാവില്ല. ഇത് കണ്ടോ, ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ച കാപ്പിപ്പൊടിയും തേയിലപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് ഉണ്ട്. അത് നമുക്ക് നോക്കാം. അത് മാത്രമല്ല, ഇപ്പോൾ എക്സ്പയർഡ് ആയി പോയിട്ട് പഴകിയൊക്കെ പോയിട്ടുള്ള കാപ്പിപ്പൊടി വെച്ചിട്ട് നമുക്ക് വീട്ടിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ മേടിച്ചിട്ടുള്ള പല ബ്രാൻഡുകളുടെ കാപ്പിപ്പൊടി, ഇത് രണ്ടും തേയിലപ്പൊടിയാണ്, ഇത് രണ്ടും കാപ്പിപ്പൊടിയാണ്. പിന്നെ നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ള തേയിലപ്പൊടി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലൊക്കെ എത്രത്തോളം രാസവസ്തുക്കൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാത്തിലും കെമിക്കൽ ഉണ്ട് എന്നല്ല കേട്ടോ പറയുന്നത്, നമുക്ക് നോക്കാം ഏതിലൊക്കെയാണ് കൂടുതൽ കെമിക്കൽ ഉള്ളത്, ഏതിലാണ് കുറവുള്ളത്. എന്തായാലും നമുക്കിതൊന്ന് പൊട്ടിച്ച് ഇതും കൂടെ ഇട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ചില്ലി ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക. ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ പച്ചവെള്ളം. എന്നിട്ട് ഇത് നമ്മൾ ഇപ്പം മേടിച്ചുകൊണ്ട് വന്ന തേയിലപ്പൊടിയാണ്, അതിൽ നിന്ന് ഒരു നുള്ളെടുത്തിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ പതുക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഇപ്പം നോക്കുക, തേയിലപ്പൊടി മാത്രമല്ല താഴേക്ക് പോകുന്നുള്ളൂ, അതേസമയം കളറും കൂടെ ഇളകിയിട്ട് തന്നെ താഴേക്ക് പോവുകയാണെങ്കിൽ അതിൽ കെമിക്കൽ ഉണ്ടെന്ന്. ഇതിപ്പോൾ അങ്ങനെ പോയിട്ടില്ല, സോ അതിനകത്ത് കെമിക്കൽ ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് അടുത്ത തേയില ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് വീണ്ടും വെള്ളം എടുത്തു, ഈ തേയില ഒന്നിട്ട് നോക്കാം. അതുപോലെ തന്നെ ഒരു നുള്ളെടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനും അങ്ങനെ കാര്യമായിട്ട് കളർ ഇളകുന്നില്ല, എല്ലാം താഴെ പോയിട്ട് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതല്ലാതെ കുറച്ചുകൂടെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവാൻ വേറൊരു ടെക്നിക്കുണ്ട്. കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് എടുക്കണം, എന്നിട്ട് നമുക്കത് ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ നമുക്ക് 3 തേയിലപ്പൊടി ഉണ്ട്, ആദ്യം തേയിലപ്പൊടിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. 3 ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് നനയാനുള്ള ഒരു വെള്ളം കുറച്ചെടുത്തിട്ട് ചെറുതായിട്ട് എല്ലാത്തിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക, കുറച്ച് മതി. ഇനി ഇതിൽ നിന്നെല്ലാം ഓരോ നുള്ളു തേയില എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അടുത്ത തേയില എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഈ ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ അടുത്ത തേയില, മൂന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കുറച്ച് സമയം വെച്ചിരിക്കണം. ഇനി ഇതെങ്ങനെയാണ് അറിയാൻ പറ്റുകയെന്ന് വെച്ചാൽ, കുറേ സമയം കഴിയുമ്പോഴേക്കും ആ തേയിലപ്പൊടി വീണ് കിടക്കുന്ന ഭാഗത്ത് പിങ്ക്, മഞ്ഞ, ചുവപ്പ് ഈ 3 കളറുകളിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കെമിക്കൽസ് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ടിഷ്യൂ പേപ്പർ നമുക്ക് നോക്കാം. ആദ്യത്തെ 2 എണ്ണത്തിൽ അധികം കളറൊന്നും പിടിച്ചിട്ടില്ല, തീരെയും കളർ പിടിച്ചിട്ടില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുക. പക്ഷേ ഇതിൽ നന്നായിട്ട് കളർ സ്പ്രെഡ് ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ യെല്ലോ കളറൊക്കെ ചുറ്റും നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനർത്ഥം അതിൽ നന്നായിട്ട് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് കെമിക്കൽസ് ഉള്ള തേയിലപ്പൊടി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ എക്സ്പയർഡ് ആയി പോയിട്ടുള്ള കാപ്പിപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുമായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് വീട്ടിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും നല്ല കൊതുകാണ്. അപ്പോൾ കൊതുകിൻ്റെ ശല്യം തടയാനായിട്ട് നമുക്ക് കാപ്പിപ്പൊടി വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ചെറിയ ട്രിക്ക് ഉണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രം വേണം. ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഒരെണ്ണം മതി. അതിൽ നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി എടുത്തിട്ട്, ഇതിപ്പോൾ കുറച്ച് നേരം ആയിട്ട് വെച്ചിട്ട് അതുകൊണ്ട് അത് ഒന്ന് കട്ടയായിപ്പോയി, ഇതിൽ വെച്ച് കൊടുക്കാം. കുറച്ച് മതി. എന്നിട്ടത് ഇങ്ങനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. നമുക്കിതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ എന്തെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇനി നമുക്ക് അതിൻ്റെ സൈഡ് ഒന്ന് കത്തിച്ച് കൊടുക്കണം. ഒരു തീപ്പെട്ടി എടുത്തിട്ടുണ്ട്. കണ്ടോ, അതങ്ങനെ ഇരുന്ന് പുകഞ്ഞോളൂ. അപ്പോൾ ഈ ഒരു പുക കാരണമാണ് കൊതുകുകൾ പെട്ടെന്ന് പോകുന്നത്. കാരണം ഇതൊരു നല്ല മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ആണ്. അത് മാത്രമല്ല, ഇതിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിലും കോഫിയുടെ സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓർഡറും കൂടെ കിട്ടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്പം ആസ്മയോ അങ്ങനെയുള്ള ശ്വാസം മുട്ടൽ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർ ഇത് ചെയ്യേണ്ട. ഇനിയിപ്പോൾ കൊതുക് മാത്രമല്ല, നമ്മുടെ വീട്ടിലൊക്കെ ഈ പല്ലി, പാറ്റ, ഉറുമ്പ് പോലെയുള്ള ചെറിയ ചെറിയ ജീവികളുടെയൊക്കെ ശല്യം ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ തടയാനായിട്ട് വേറൊരു ട്രിക്കും കൂടെ ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഒരു ഗ്ലാസ് എടുത്തു, നേരത്തെ എടുത്തതിൻ്റെ ബാക്കി കോഫി പൗഡർ ഉണ്ട്, അത് കുറച്ച് വേണം. നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ തന്നെ കാണും വിനാഗിരി, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഇത്രയും മതി. ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം.
ഓക്കെ, ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് വേറൊരു ഗ്ലാസ്സും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരിപ്പ വേണം, പഴയ ചീത്തയായ അരിപ്പ വല്ലതും മതി, നല്ലതൊന്നും എടുക്കണ്ട. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്ന് അരിച്ചെടുക്കണം. ഇനി ഇതേ നമ്മൾ ഇതുപോലത്തെ വല്ല സാനിറ്റൈസറിൻ്റെയൊക്കെ ഒരു സ്പ്രേ ബോട്ടിൽ അതെടുത്തിട്ടുണ്ട്, അതിൻ്റെ അടപ്പൂരിയിട്ടുണ്ട്. ഇനി ഇതേ നമുക്ക് ഈ അരിച്ചു വെച്ചിട്ടുള്ള ഈ ലിക്വിഡ് നമുക്കിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടപ്പ് യൂസ് ചെയ്തിട്ട് ഇത് അടയ്ക്കാം. പിന്നെ ഇതേ എന്താ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്യാം. ഇനി ഇതുപോലെ ഈ ഉറുമ്പും പാറ്റയും പല്ലിയുടെയൊക്കെ ശല്യമുള്ള സ്ഥലത്ത് നമുക്കിത് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും വരില്ല. അപ്പോൾ ഇതേ ഇവിടെയൊക്കെ എപ്പോഴും ഉറുമ്പ് വരുന്ന സ്ഥലമാണ്, ഇവിടെയൊക്കെ അതൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് വരില്ല. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതിപ്പോൾ കോഫിയുടെ ആയതുകൊണ്ട് ഇതിന് ആ ഒരു കറ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ വെള്ള കളറിൽ അല്ല ടൈലിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇത് അടിക്കേണ്ട, അല്ലാതെയുള്ളിടത്തൊക്കെ നമുക്ക് ഇത് അടിക്കാം. അപ്പോൾ ഇതുപോലെ സിങ്കിലൊക്കെ നമുക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പാറ്റയും പല്ലിയുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല. രാത്രിയാകുമ്പോൾ പാറ്റയൊക്കെ ഇതിൽ കൂടെ കയറി വരാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, അതേ ഇപ്പം നമ്മുടെ വീട്ടിൽ കറിവേപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരുന്നൊരു പ്രശ്നമുണ്ട്, ഇതുപോലെ ഇലയൊക്കെ ചുരുണ്ട് അതിൽ ചെറിയ ഇൻസെക്ട്സ് ഒക്കെ വന്നിട്ട് ഉള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ കെമിക്കൽസും ഒന്നുമില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറുകയും ചെയ്യും. അതുപോലെ ഇതിൻ്റെയൊക്കെ ചോട്ടിലും ഇതുപോലെ ഉറുമ്പോ കാര്യങ്ങളൊക്കെ വന്നാൽ അവിടെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും.